ഹലോ ഗീസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗീസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് നമ്മളെ ഫ്രീ ഫയറിൽ നമുക്ക് ഏതൊരു പ്ലെയറിന്റെ അവൻ കളിക്കുന്ന പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തുകൊണ്ട് റോൾ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയർ എങ്ങനെയാണ് കൂടുതലായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ റഷറായിട്ട് ഏകദേശം 62% കളിക്കുന്നത്. അപ്പോൾ റഷറായിട്ടാണ് മാക്സിമം ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊരു പ്ലെയറിൻ്റെ ഇതുപോലെ തന്നെ റോളുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ആ പ്ലെയർ കളിക്കുന്ന എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്ര പ്രോ പ്ലെയർ അവൻ പറഞ്ഞാൽ പോലും നമുക്ക് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിൽ ഓരോന്നും നമുക്ക് പുഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത്. അപ്പോൾ റഷർ ആണെങ്കിൽ നമുക്കിതെങ്ങനെ 100% ആക്കാം. അപ്പോൾ നിങ്ങൾ റൈഫിളർ ആണെങ്കിൽ നമുക്ക് 100% എങ്ങനെ റൈഫിളിലാക്കാം. അപ്പോൾ എല്ലാ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഇന്ന് നമ്മുടെ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് തന്നെ പോകാട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകും നമ്മൾ റഷർ ആട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും റഷറാക്കര ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിന് പെർസെൻറ്റേജ് കൂടുതൽ കേട്ടോ. അപ്പോൾ റഷർ ഇത് എങ്ങനെ പെർസെൻറ്റേജ് കൂടിയെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇനി മുതൽ നിങ്ങളിത് എങ്ങനെ കൂട്ടാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ പ്ലേ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് ഫുൾ എത്തിക്കാൻ പറ്റും, മാക്സിമം കൂട്ടാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ റഷറായിട്ട് നിങ്ങൾ റഷറിൻ്റെ പോയിന്റ് പെർസെൻറ്റേജ് കൂട്ടേണ്ട വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം ക്ലോസ് റേഞ്ച് ഫൈറ്റ് നിങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കുക. ക്ലോസ് റേഞ്ച് വഴി അപ്പോൾ എനിമീസിനായിട്ട് ക്ലോസ് റേഞ്ച് ഫൈറ്റ് എടുക്കാൻ നോക്കുക. ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുത്തുകൊണ്ട് കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഡാമേജിലും കൊടുക്കാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട വെപ്പൺസ് നമുക്ക് നോക്കാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷോർട്ട് ഗണ്ണുകളാട്ടോ. അപ്പോൾ ഷോർട്ട് ഗണ്ണുകൾ നോക്കാൻ നമ്മൾ M10 ഉണ്ട്, M187 ഉണ്ട്, മാഗ് ഉണ്ട്, ട്രോ ഗണ്ണുണ്ട്, കുറേ ഗണ്ണുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഗണ്ണുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ SMG ഗണ്ണുകളാണ്. അപ്പോൾ നമ്മൾ സബ്മിഷൻ ഗണ്ണുകളാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. അപ്പോൾ അത് വെച്ചുകൊണ്ടൊക്കെ നമ്മൾ എനിമീസിന് ഡാമേജും കില്ലും ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റൈഫിളർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ള നമ്മുടെ റൈഫിളറിൽ നമുക്ക് എങ്ങനെ പുഷ് ചെയ്യുക, എങ്ങനെ പെർസെൻറ്റേജ് പുഷ് ചെയ്യാൻ നമ്മൾ നോക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി റഷറിൽ പറഞ്ഞ പോലെ റഷറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കണം, ക്ലോസ് റേഞ്ച് ഫൈറ്റ് നമ്മൾ എടുക്കണം. മെയിനായിട്ട് ക്ലോസ് റേഞ്ച് ഫൈറ്റ് എടുക്കുന്ന ടൈമിലാണ് നമുക്ക് റഷറിൽ പോയിന്റ് ഇൻക്രീസ് ആയിട്ട് പോവുക. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ റൈഫിളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ മിഡ് ടു ലോങ് റേഞ്ചിലാണ് അറ്റാക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടൈമിൽ നമ്മൾ കില്ലടിക്കുക, ഡാമേജ് കൊടുക്കുക ഒക്കെ ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ റൈഫിൾസിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നത് കാണാൻ പറ്റും. അപ്പോൾ റോൾ സെക്ഷനിൽ നമ്മൾ നമ്മളെ റൈഫിൾ ആണെങ്കിൽ നമുക്കതിങ്ങനെ ഇൻക്രീസ് ആയിട്ട് പോകും, പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിട്ട് പോകും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് ഗണ്ണീസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ റൈഫിൾ ആവുന്നതായിട്ട് നമ്മൾ റൈഫിൾ വെപ്പൺസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ റൈഫിൾ വെപ്പൺസ് എന്തെന്ന് വെച്ചാൽ നമ്മൾ വെപ്പൺ സെക്ഷനിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ M4A1 ആയിട്ടും AK-47 ആയിട്ടും M14 ആയിട്ടും അതുപോലെ നമ്മളെ സ്കാർ ആയിട്ടും ഗ്ലോസ് ആയിട്ടും ഫാമാസ് ആയിട്ടും XM8 ആയിട്ടും കുറേ ഗണ്ണുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സെക്ഷൻ നമുക്ക് നോക്കണം മാർക്കിസ്മാർ റൈഫിൾസ് ആണ്. അപ്പോൾ നമുക്ക് AC-18 ആയിട്ടും നമ്മുടെ SKS ആയിട്ടും വുഡ് പാക്കർ ആയിട്ടും സ്നൈപ്പേഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗണ്ണുകൾ വെച്ചുകൊണ്ട് നമ്മൾ എനിമീസിൻ്റെ ഡാമേജും കില്ലൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് ആവുക. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഷോർട്ട് ഗണ്ണ് വെച്ചുകൊണ്ട് കില്ലടിച്ചു എന്നതുകൊണ്ട് നമുക്കിതിൽ പെർസെൻറ്റേജ് കൂടാൻ പോകുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ സ്നൈപ്പറാണ്. അപ്പോൾ സ്നൈപ്പർ യൂസേഴ്സിനാണ്. അപ്പോൾ സ്നൈപ്പറായിട്ട് പ്ലേ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടോ. അപ്പോൾ നമുക്ക് സ്നൈപ്പറിൻ്റെ റോള് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എങ്ങനെ കൂട്ടാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആ തന്നെ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ലോങ്ങിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസിലെ എനിമീസിനെ നിങ്ങൾ മാക്സിമം കില്ല് ചെയ്യാനും ഡാമേജ് കൊടുക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട വെപ്പൺ നോക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ നിങ്ങളിവിടെ യൂസ് ചെയ്യേണ്ടത് സ്നൈപ്പർ വെപ്പൺസ് ആട്ടോ. അപ്പം സ്നൈപ്പേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ AWM ആയിട്ടും നമ്മുടെ കാർ 98 ആയിട്ടും M8 ആയിട്ടും നമ്മളെ M24 ആയിട്ടും കുറേ ഗണ്ണുകളുണ്ട്, കുറേ സ്നൈപ്പറുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേവറേറ്റ് ഉള്ള സ്നൈപ്പർ ഗണ്ണ് ഏതാവും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഗണ്ണുകൾ വെച്ചുകൊണ്ട് കില്ല് ചെയ്താൽ മതി. ആ ടൈമിൽ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് ആവും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നാലാമത്തെ സെക്ഷൻ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെ കളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റോള് കയറ്റിൽ നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ട് എങ്ങനെ കളിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ സപ്പോർട്ടിൽ നമുക്ക് എങ്ങനെ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആ നിങ്ങളോട് ചെയ്യേണ്ട കാരണം നോക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ കാരണം നമുക്ക് നോക്കാം. അവിടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ക്യാരക്ടറായിട്ട്. അപ്പോൾ ആക്റ്റീവ് സ്കിൽ ക്യാരക്ടറായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ ക്ലൂ ക്യാരക്ടറിനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിമിട്രി ക്യാരക്ടറിനെ ആഡ് ചെയ്യുക. അതിനെ തീവ ക്യാരക്ടറിനെ കൂടി ഇതിൽ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതുമായി തന്നെ നമുക്ക് നല്ല രീതിക്ക് സപ്പോർട്ടിംഗ് ക്യാരക്ടറിൽ നമുക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് ആവട്ടോ. നമ്മുടെ ടീംമേറ്റിന് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ടീംമേറ്റ് നോക്കാവണമെങ്കിൽ അവരെ റിവൈവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ടീംമേറ്റ് ഡെഡ് ആവണമെങ്കിൽ അവർ വെൻഡി മെഷീനിൽ പോയിട്ട് പൊക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രമാത്രം ചെയ്താൽ മതി. ആ ടൈമിൽ തന്നെ നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് ഇങ്ങനെ കൂടി വരും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റും. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ നമ്മുടെ റോളിൽ തന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ബോംബറിൽ നമുക്ക് അങ്ങനെ പെർസെൻറ്റേജ് കൂട്ടാം. അപ്പോൾ ബോംബറായിട്ട് പ്ലേ ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും, മാക്സിമം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൽ പെർസെൻറ്റേജ് കൂട്ടാൻ നമുക്ക് നോക്കട്ടെ.
അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ ചൂസ് ചെയ്യേണ്ട കാരണം നോക്കുകയാണെങ്കിൽ 2 ക്യാരക്ടർ. അപ്പോൾ 2 ക്യാരക്ടർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിൽ ക്യാരക്ടറായിട്ട്, അപ്പോൾ ആക്റ്റീവ് സ്കിൽ ക്യാരക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ A124 എന്ന പകുതി മനുഷ്യനായിട്ടും പകുതി മെഷീനായുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പോൾ ഫീമെയിൽ ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇതിൻ്റെ സ്കില്ല് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ സ്കില്ലെന്ന് വെച്ചാൽ നമ്മളിതൊരു ത്രോ ചെയ്യുക. അപ്പോൾ ഗ്രനേഡ് പോലെ നമുക്ക് എറിയാൻ പറ്റുന്ന സ്കില്ലാട്ടോ. അപ്പോൾ നമ്മൾ എറിയുകയാണെങ്കിൽ അപ്പോൾ അവിടെ എത്ര എനിമി ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ സ്കില്ല് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ സ്കില്ല് എറിയുന്ന ടൈമിൽ അവർക്ക് ഏകദേശം 25 ഡാമേജസ് മൈനസ് ആയിട്ട് പോകും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാരണം നോക്കുകയാണെങ്കിൽ 20 സെക്കൻഡിൽ അവർക്ക് ആക്റ്റീവ് സ്കില്ലായിട്ടുള്ള സ്കില്ലൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിമീസിനെ അവരുടെ ആക്റ്റീവ് സ്കില്ലായിട്ടുള്ള സ്കില്ലൊന്നും ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള ക്യാരക്ടറാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഈ കോമ്പോയിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ അൽവാറ ക്യാരക്ടറിൻ്റെ സ്കില്ല് കൂടിയാണ്. അപ്പോൾ അൽവാറ ക്യാരക്ടറിൻ്റെ സ്കില്ല് അറിയാൻ എക്സ്പ്ലോസീവ് ആർട്ടീസ് വെപ്പൺസ്, എക്സ്പ്ലോസീവ് ആവുന്ന വെപ്പൺസിന് ഏകദേശം 20% ഡാമേജസ് ഇൻക്രീസ് ചെയ്യും, കൂട്ടും. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിൽ വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ട്രോഗൺ ആണ്. അപ്പോൾ ട്രോഗൺ യൂസ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, അപ്പോൾ നമുക്ക് ഇതിൽ ലോഞ്ചർ പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഗണ്ണിൽ നമുക്ക് 2 സ്വിച്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് ലോഞ്ചർ പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാക്കാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഗണ്ണ് നമുക്ക് നോക്കുകയാണ്. ഗണ്ണ് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ M79 ലോഞ്ചർ ആട്ടോ. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ബോംബറിൽ നമുക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട മറ്റൊരു റെക്കമെൻഡ് ചെയ്യുന്ന വെപ്പൺ നോക്കുകയാണെങ്കിൽ RG550 പറഞ്ഞ ഗണ്ണാട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ലോഞ്ചറാണ്, മിനി ലോഞ്ചറാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ബോംബറിൽ പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിൽ പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും കിട്ടുന്നൊരു വെപ്പൺ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ഗ്രനേഡ് തന്നെ കേട്ടോ. അപ്പോൾ ഗ്രനേഡ് എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എവിടെ നിന്ന്, അപ്പോൾ നമുക്ക് M79 കിട്ടാൻ നമുക്ക് ഡ്രോപ്പൊക്കെ നമ്മൾ ലൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊന്നും നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്രനേഡൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് കുറേ ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഇതിലൊക്കെ നമുക്ക് പെർസെൻറ്റേജ് കൂട്ടിയിട്ട് എന്താ കാര്യം റിവാർഡ്സ് ഒന്നും കിട്ടൂലല്ലോ, കുറേ ആൾക്കാർ ഇപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ നമുക്ക് നോക്കാം, നമ്മൾ വെപ്പൺ ഗ്ലോറി പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ നല്ലൊരു പ്രൊഫൈലായിട്ട് മാറും. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ അറിയാത്തൊരു പ്ലെയറീസ് നമ്മുടെ പ്രൊഫൈൽ ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കളിക്കുന്ന റോള്, അപ്പോൾ റോൾ സെക്ഷനിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവൻ എങ്ങനെ കളിക്കുന്ന എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് തള്ളിയിട്ടും കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റഷർ ആയിട്ടാണോ റൈഫിളർ ആയിട്ടാണോ, അപ്പോൾ എങ്ങനെ പ്ലേ ചെയ്യുന്ന അവൻ ഇവിടെ നോക്കിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ തന്നെ നിങ്ങൾ നല്ലൊരു പ്രൊഫൈൽ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ റോള് പ്ലേ ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഈ റോൾ എങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്, ആ റോൾ എങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് അറിയാത്തവരുണ്ടോ. അപ്പോൾ അവർക്ക് ഈ വീഡിയോ കണ്ടുപോയി അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോകണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുടെ കാണാം. ബൈ.